കേരളത്തിൽ എൻ.ഡി.എ അധികാരത്തിൽ വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. സാധ്യതയുണ്ടോ? അല്ല, ഈ ആവർത്തിച്ച് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ഇപ്പോൾ LDF പറയുന്നുണ്ട് മൂന്നാം വട്ടവും വരും എന്ന്. ഈ ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ഈ പറഞ്ഞ് അങ്ങ് ഫലിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ഒരു കവിതയുണ്ട്, അതിലെ വരി ഇങ്ങനെയാണ്: പറഞ്ഞാണ് സാർ കടൽ ഇത്ര വലുതായതെന്ന്. കടലിനെ പറ്റി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞതങ്ങ് വലുതായിന്ന്. കടലിൻ്റെ ഒരു വലിപ്പം നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ LDF വരും മൂന്നാം വട്ടവും വരും ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസ് തകർന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ അതങ്ങ് പതിയും. ഇപ്പോൾ BJPയിൽ കുറച്ച് പ്രതീക്ഷ ജനങ്ങൾക്കുമുണ്ട്. ഇവിടെ BJP വരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, NDA വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ NDA മുന്നണി, BJP നയിക്കുന്ന NDA മുന്നണി, ആ മുന്നണിയുടെ വിപുലീകരണം കൂടെ രാജീവ് ചന്ദ്രശേഖർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇനി തനിക്ക് കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിച്ചതിന് ശേഷമേ ഇനി തനിക്ക് വിശ്രമമുള്ളൂ എന്ന്. ശരിയാണ്, അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് 1 മാസം പിന്നിടുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇതിനിടയ്ക്ക് തന്നെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലും പല പ്രഗത്ഭരും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ പോകുന്നത്. ഇതിന് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ചില നിർദ്ദേശങ്ങളും വലിയ സപ്പോർട്ടും ഉണ്ടെന്നുള്ളതാണ്. കാരണം BJPക്ക് കേരളത്തിൽ ഇടം പിടിക്കാം എന്ന് കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയും അവർ വ്യക്തമായി കാണുന്നുണ്ട്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലെ വിജയമുണ്ടാകുമ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ പറയാറുണ്ട് ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന്. അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന് പറയുമ്പോൾ ഓരോ തവണയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വരിക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇക്കുറി വോട്ട് വിഹിത വർധനവെന്നുള്ളത് മാത്രമല്ല, മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. വോട്ട് വിഹിത വർധനവിലേക്കാണ് പോയത്. സീറ്റ് കിട്ടിയിട്ടില്ല. 2016 കിട്ടി. അത് പിടിപ്പുകേടാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് പാർട്ടിയിൽ. 2021 കൊണ്ടുപോയി അതങ്ങ് തൊലച്ചു കളഞ്ഞു. പിന്നെ പാലക്കാട് അവസരം ഉണ്ടായിരുന്നതാണ്, അത് വേണ്ട തരത്തിൽ വിനിയോഗിക്കാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെ കേന്ദ്ര നേതൃത്വം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ വിഭാഗീയത, ഗ്രൂപ്പിസം അങ്ങേയറ്റം. ഭരണം കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ്. ഇവിടെ അങ്ങേയറ്റം വിഭാഗീയത ഉണ്ടെങ്കിൽ ഭരണം വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? പക്ഷെ അവരെ മുഴുവൻ ചേരി തിരിഞ്ഞ് നിന്നവരെ ഒക്കെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് രാജീവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം 2026 അത് വളരെ വിദൂരമല്ലേ? അല്ല, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ NDA വരും, 26 വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 26 ബുദ്ധിമുട്ടാണ്. കാരണം LDF CPM അങ്ങ് തകർന്നടിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതാകുന്ന അല്ലെങ്കിൽ UDF ശോഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുക, ഇപ്പം രണ്ടാമത് പിണറായി സർക്കാർ വന്നത് ഒരു കിറ്റിലൂടെയാണ്. സാധാരണ മലയാളികളുടെ മനസ്സിൽ ഈ അവസാനം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്താണോ സർക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് വോട്ടിൻ്റെ ഇത് പോകുന്നത്. അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളും മറ്റുള്ളതും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ പണ്ടു കാലങ്ങളിൽ അങ്ങനെയാണ്. സാറിനറിയാലോ, കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അതൊരു നിർണായമല്ലേ? ഒരു പക്ഷേ LDFനെ തകർത്തുകൊണ്ട് കോൺഗ്രസ് ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ചിലപ്പോൾ സാറ് പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ BJP അധികാരത്തിൽ വരികയും ചെയ്യും, ചില മണ്ഡലങ്ങളിൽ വരാനും സാധ്യതയുണ്ട്. അല്ല, ഇതിനകത്ത് ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഈ വർഷമാണ്. പിന്നെ ഉടനെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ്. CPM അതിൻ്റേതായ
അണിയറ പ്രവർത്തനങ്ങളിലാണ്. ഈ ക്ഷേമ പെൻഷൻ ഒന്ന് കുടിശ്ശിക കിടക്കുന്നതൊക്കെ ഇവർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതൊക്കെ അങ്ങ് കൊടുക്കും. ഇതൊക്കെ ഇവരുടെ ഒരു തന്ത്രമാണെന്ന്. ഇതൊക്കെ നേരത്തെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് അതിനു മുന്നേ ഇത് കൊടുക്കുക, കുടിശ്ശിക തീർക്കുന്നു. വേണമെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഒരു ചെറിയ വർധനവും ഉണ്ടാക്കും. പിന്നെ സാധാരണക്കാരൻ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ ഇപ്പം സാധനങ്ങളുടെ ദൗർലഭ്യം അത് മുഴുവനങ്ങ് പരിഹരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഓണത്തിനൊക്കെ ആകുമ്പോൾ സപ്ലൈകോയിലൊക്കെ സാധനങ്ങൾ നിറഞ്ഞ് ഒഴുകുകയായിരിക്കും. 13 ഇനം സാധനങ്ങൾക്കാണ് സർക്കാർ സബ്സിഡി ഉള്ളത്. ഇപ്പോൾ സർക്കാർ സബ്സിഡി ഉള്ള സാധനങ്ങളില്ല അവിടെ. ഈ സബ്സിഡി സാധനങ്ങളൊക്കെ അവിടെ ധാരാളം ഉണ്ടാകും. പിന്നെ കേരളത്തിലെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പൂശി റെഡിയാക്കും. ഇതൊക്കെ ചെയ്തു കൊണ്ടുപോകാൻ ഇവർക്കറിയാം എന്നുള്ളതാണ്. ഇത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസ്സുകാർ കഴിയുന്നില്ല. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ, ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, സപ്ലൈകോയിലെ സാധനമില്ലായ്മ, പൊതുവിപണിയിലെ വിലക്കയറ്റം, ഇതൊന്നും UDFകാർക്ക് ഈ LDFനെതിരെ ഒരു സമരാവേശം സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇവർ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഉപയോഗിക്കും. മറ്റൊന്ന്, ഒരു സമര ആവേശം വരുമ്പോൾ തന്നെ ജനങ്ങൾ ഇത് മറക്കും, മലയാളികൾ ഇത് മറന്നു പോവുകയല്ലേ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പൊ ശരിക്കും മലയാളികൾക്ക് ബോധമുണ്ടാകുന്ന തരത്തിൽ ഇപ്പൊ UDF ആണെങ്കിലും BJP ആണെങ്കിലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഈ പറഞ്ഞോണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്, പ്രചരണങ്ങളൊക്കെ ചെയ്യുകയല്ലേ ചെയ്യേണ്ടുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന മുമ്പ് ഇവരുടെ 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത ശമ്പള കമ്മീഷനെ വയ്ക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ ശമ്പള വർധനവ് വരും. 5 വർഷം കൂടുമ്പോഴാണ് ഈ ശമ്പള കമ്മീഷൻ വയ്ക്കുന്നത്. പിണറായി സർക്കാർ 2021 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അന്നേരവും ശമ്പള കമ്മീഷനെ വെച്ചു. അന്നേരം ശമ്പള കമ്മീഷനെ വെക്കരുത് എന്ന് കേരളത്തിലെ ധനകാര്യ വിദഗ്ധന്മാരെല്ലാം പറഞ്ഞു. കോവിഡ് തളർന്നിരിക്കുകയാണ്. അന്നേരം ശമ്പള കമ്മീഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യവും വരത്തില്ല. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ വീട്ടിലിരുന്ന് അറുമാദിച്ച് തിന്നു കുടിച്ച് അമ്പലക്കാളകളെ പോലെ നടന്നവന്മാരാണ്. കോവിഡ് പോകരുതെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു വിഭാഗം ഉണ്ടെന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരായിരുന്നു. കാരണം വീട്ടിലിരുന്നാൽ മതി, വാഹനം പോലും ഓഫീസിലോട്ട് ഓടുന്നില്ല, പെട്രോളും ലാഭമുണ്ട്. അപ്പം ശമ്പളം കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇത് കൂടാഞ്ഞിട്ടാണ് ശമ്പള കമ്മീഷനെ വെച്ച് ശമ്പള വർധനവും ഉണ്ടാക്കി. കുറേ കാലമായിട്ട് ഇവിടുത്തെ ധനകാര്യ വിദഗ്ധർ പറയുന്നുണ്ട് 10 വർഷം കൂടുമ്പോൾ ശമ്പള കമ്മീഷനെ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. കേന്ദ്രം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ 5 വർഷം കൂടുമ്പോൾ എന്തുകൊണ്ടാണ് LDF ഇരിക്കുന്ന കാലത്തായാലും UDF ഇരിക്കുമ്പോഴും ഈ ശമ്പള കമ്മീഷനെ വെച്ച് വാരിക്കോരി ശമ്പള വർധനവ് കൊടുക്കുകയും സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ വോട്ട് ഇവരുടെ കൂടയ്ക്കകത്താക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇതും ഉണ്ടാകും. അപ്പോൾ പ്രതിപക്ഷത്തിന് വായടപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൽ ഈ പറയുന്ന തരത്തിൽ CPM സീറ്റ് അങ്ങ് അത്രയും അങ്ങ് കയറി പിടിക്കത്തൊന്നുമില്ല. അത് NDA ഇവിടെ ഒരു 10-11 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കണക്കെന്ന് പറയുന്നത് 40 സീറ്റിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിൽ 20 അതീവ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. ജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നീക്കമാണ്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 6 A ക്ലാസ് മണ്ഡലം അങ്ങനെ തിരിച്ചിരുന്നു. അത്തരത്തിലായിരുന്നു പ്രവർത്തനം. നമുക്കറിയാം തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ തൃശ്ശൂർ A ക്ലാസ് മണ്ഡലമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വിജയം അടുത്ത് നിൽക്കുകയല്ലായിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്ത് പോയി നിന്നു. അപ്പോൾ അങ്ങനെ നിയമസഭാ മണ്ഡലങ്ങളിലും അത്തരത്തിൽ തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു പോക്ക് തന്നെയാണ് നടത്തുന്നത്. അതിൻ്റെ റിസൾട്ട് 26 കിട്ടത്തില്ല, 31 കിട്ടിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.